മക്കളെ, നമ്മുടെ +1 കെമിസ്ട്രിയിലെ നമ്മൾ 101 മുതൽ 118 വരെയുള്ള എലമെന്റ്സിന്റെ പേര് എങ്ങനെ പഠിക്കാൻ പറ്റും? നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് IUPAC ഒഫീഷ്യൽ നെയിം ആണ് പഠിക്കാനുള്ളത്. IUPAC നെയിം നമ്മുടെ നോമൻക്ലേച്ചർ പ്രകാരം നമുക്ക് എഴുതാൻ അറിയാം. 101 മുതൽ 118 വരെ എഴുതാനുള്ള കോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒഫീഷ്യൽ നെയിം, IUPAC പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ നെയിം നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. അപ്പൊ ഈ കഥ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമുള്ളൊരു ട്രിക്കാണ്, അല്ലാതെ നടന്ന ഒരു കഥയേ അല്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് IUPACയുടെ ഒഫീഷ്യൽ നെയിംസ് എങ്ങനെ പഠിക്കാം? നിങ്ങൾ ഇവിടെ നോക്കിക്കേ, 101 മുതൽ 118 വരെയുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഈ ഒഫീഷ്യൽ നെയിംസ് നമുക്ക് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. അപ്പൊ ഈ കഥ തുടങ്ങുന്നത് നമുക്കറിയാം, നമ്മുടെ കെമിസ്ട്രിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരാളാണ് മെൻഡലീവ്. അപ്പൊ മെൻഡലീവിന് ഒരു നോബൽ സമ്മാനം വേണം. അപ്പൊ മെൻഡലീവിന് നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് മെൻഡലീവിന്റെ ബെസ്റ്റ് 2 ഫ്രണ്ട്സ് ആണ് ലോറൻസും റുദർഫോർഡും. അപ്പൊ ഇവരെന്ത് തീരുമാനിച്ചു? ദുബായിലേക്ക് പോകാന്ന് വെച്ചു. ഇവരെങ്ങനെയാ ദുബായിലേക്ക് പോകുന്നത്? സീബോർഗിയം എന്ന കാറിലാണ് ഇവര് ദുബായിലേക്ക് പോണത്. അപ്പൊ കാറിലാണ് പോണത് അല്ലെ? അപ്പൊ ഫ്ലൈറ്റിലൊക്കെ പോകുന്നതിന് അത്ര ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ വളരെ ബോറടിച്ചാണ് ഇവർ പോകുന്നത്. അപ്പൊ ബോറടിച്ച് ഇവർ പോകുന്നത് എന്തിനാണ്? അവിടെ ചെന്ന് ഹസൻ എന്നൊരാളെ മീറ്റ് ചെയ്യാൻ. ഈ ഹസൻ നിൽക്കുന്നത് ഒരു സ്റ്റേഡിയത്തിലാണ്. ആ സ്റ്റേഡിയത്തിന്റെ പേര് ഡാം സ്റ്റേഡിയം എന്നാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ ആ പോയിന്റ്സ് വെച്ചിട്ട് ഈ പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ആരാണ്? മെൻഡലീവിയം. മെൻഡലീവിന് എന്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്? നൊബേൽ സമ്മാനം. അപ്പൊ നൊബീലിയം. ഇനി മെൻഡലീവിന്റെ ഫ്രണ്ട്സിന്റെ പേര് അല്ലെ, എന്താണ്? ലോറൻസിയം, റുദർഫോർഡിയം. എങ്ങോട്ടാണ് പോകുന്നത്? ദുബായിലേക്ക്. അപ്പൊ ഡബ്നിയം എങ്ങനെയാണ് പോകുന്നത്? സീബോർഗിയം എന്ന കാറില്. ഇനി ബോർ അടിച്ചാ പോയതല്ലേ, അപ്പൊ ബോറിയം ആരെ മീറ്റ് ചെയ്യാനാണ്? ഹസൻ അല്ലെ. അപ്പൊ ഹാസിയം. നെക്സ്റ്റ് എന്താണ്? മീറ്റർനെയ്യം. ദെൻ ഡാം സ്റ്റേഡിയം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി ദുബായിൽ ചെന്നിട്ട് ഹസനെയൊക്കെ കണ്ടു. അപ്പൊ ഹസൻ പറഞ്ഞു, ഞാനല്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, ഇത് ഡീൽ ചെയ്യുന്നത് വേറെ 3 ആളുകളാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ആളുകളാണ് ഈ നൊബേലിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന, അവരാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരാണ് റോഞ്ചീനിയം, കോപ്പർനീഷ്യം, നിഹോണിയം. അപ്പൊ ഇവര് 3 പേരുമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഹസൻ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു, ഇവരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഒരു ഫ്ലവറും കൊണ്ട് പോയാൽ മതി. അപ്പൊ നെക്സ്റ്റ് ആള് വന്നു നമ്മുടെ ഫ്ലറോവിയം. ഓക്കെ ആണേ. അപ്പൊ ഇവരൊക്കെ സംസാരിച്ച് മെൻഡലീവിന് നൊബേലൊക്കെ കൊടുക്കാന്ന് സെറ്റ് ആക്കി വെച്ചു. അപ്പൊ എന്നിട്ട് നമ്മുടെ ഹസൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും തിരിച്ചു പോകുമല്ലേ? അപ്പൊ ഇവിടെ 2 ഫേമസ് സിറ്റി ഉണ്ട്, മോസ്കോവിയും ലിവർമോറിയും. അവിടെ ടെന്നീസിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ പോയി ടെന്നീസ് ഒക്കെ കളിച്ചിട്ട് പോകാൻ. അപ്പൊ നോക്കിക്കേ, നെക്സ്റ്റ് വരുന്ന എലമെന്റ്സ് മോസ്കോവിയോ, ലിവർമോറിയോ, ടെന്നസിയും. ഇനി ഇവരെങ്ങനെയാ തിരിച്ചു പോകുന്നത്? ഇങ്ങോട്ട് വന്നത് സീബോർഗിയം എന്ന കാറിലാണ്. തിരിച്ച് ഇവര് പോകുന്നത് ഒഗനസോൺ എന്ന കാറിലാണ്. അപ്പൊ തിരിച്ച് ഒഗനസോൺ എന്ന കാറില് ഇവര് നാട്ടില് തിരിച്ചെത്തി. അപ്പൊ ഈ കഥ വെച്ചിട്ട് നമ്മുടെ ഈ പേരുകളെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കേ. മെൻഡലീവിയം, നമ്മുടെ നൊബീലിയം, ലോറൻസിയം, റുദർഫോർഡിയം, ഡബ്നിയം, സീബോർഗിയം, ബോറിയം, ഹാസ്നിയം, മീറ്റർനിയം, ഡാം സ്റ്റേഡിയം, റോഞ്ചിനിയം, കോപ്പർനീഷ്യം, നിഹോണിയം, ഫ്ലറോവിയം, മോസ്കോവിയം, ലിവർമോറിയം, ടെന്നസിയം ആൻഡ് ഒഗനസോൺ. ഓക്കെ അല്ലേ? ഓക്കെ.